ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നു എന്ന പരാതിയുമായി നടി ചാർമിള. ഭർത്താവ് തന്നെ പീഡിപ്പിക്കുകയാണെന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്നും തന്റെ മകനെ രക്ഷിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പ്രശസ്ത നടി ചാർമിള പോലീസിനെ സമീപിച്ചു. ഒരു കാലത്ത് മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രശസ്തയായ ചാർമിളയാണ് ഭർത്താവിനെതിരെ പരാതിയുമായി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരിക്കുന്നത്. ബിസിനസ്സുകാരനായ ഭർത്താവ് രാജേഷ് മകനെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് നടിയുടെ പരാതി. ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെ നടിയും രാജേഷും തമ്മിൽ പിരിഞ്ഞു താമസിക്കുകയാണ്. രാജേഷ് എന്നെ കുറെ കാലമായി ശാരീരികമായും അല്ലാതെയും പീഡിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്റെ മകനെയും തട്ടിയെടുത്തു. കൂടാതെ ഭർത്താവും വീട്ടുകാരും ചേർന്ന് മകനെ മതം മാറ്റാൻ ശ്രമിക്കുന്നതായും ചാർമിള പരാതിയിൽ ആരോപിക്കുന്നു. തന്റെ മകനെ അവരെ പഠിക്കാൻ പോലും വിടുന്നില്ല. അതുകാരണം മകന്റെ പഠനം പോലും മുടങ്ങിയിരിക്കുകയാണ്. കോവിൽപ്പെട്ടിയിലെ സ്വന്തം വീട്ടിലേക്കാണ് ഭർത്താവ് മകനെ കൊണ്ടുപോയത്. എത്രയും വേഗം മകനെ തനിക്കരികിൽ എത്തിച്ചു തരണമെന്നും പരാതിയിൽ നടി ആവശ്യപ്പെടുന്നു. സാലിഗ്രാമത്തിലാണ് ചാർമിള ഇപ്പോൾ താമസിക്കുന്നത്. 90കളിൽ മലയാള സിനിമകളിലെ പ്രമുഖ നായികമാരിൽ ഒരാളായിരുന്നു ചാർമിള. 1991 ധനം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിലൂടെയാണ് ചാർമിള മലയാളത്തിലെത്തുന്നത്. തുടർന്ന് കാബോളിവാലയടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി. മലയാളത്തിലെ ഒരു നടനുമായി പ്രണയത്തിലായതും ബന്ധം പൊളിഞ്ഞപ്പോൾ അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമെല്ലാം അന്നത്തെ പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മലയാളത്തിൽ 38ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ചാർമിള 2002 മലയാള സിനിമാ രംഗം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് തമിഴ് സിനിമകളിലും TV ഷോകളിലും പങ്കെടുത്തുവെന്നെങ്കിലും ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമല്ല. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.